കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്നേരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവർത്തന പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് പല വിമർശനങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തെ ആശയം എന്താണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. വേദപുസ്തകത്തിൽ പലപ്പോഴും നമുക്ക് സംശയങ്ങൾ വരും, പല ചിന്തകൾ വരും. എന്നാൽ വേദപുസ്തകം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പഠിച്ചാൽ പല കാര്യങ്ങൾ നമ്മുടെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ലൈനുകൾക്കിടയിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഈ ആവർത്തനത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. വേദപുസ്തകം ഒരുപാട് ഹിഡൻ മിസ്റ്ററീസ് കിടപ്പുണ്ട്. ഒരു ശരിയായി വചനം പഠിക്കാമെങ്കിൽ അത് മനസ്സിലാക്കാം, അത് ശരിയായി വചനം പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പാടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ഡെബോര കിടപ്പുണ്ട്. ആ ഡെബോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബേക്കയുടെ ധാത്രിയായിരുന്നു. ലാബാന്റെ ഭവനത്തിൽ നിന്നും ഇല്ലെങ്കിൽ റിബേക്കയുടെ അപ്പന്റെ ഭവനത്തിൽ നിന്നും പോകുമ്പോൾ ഈ സഹോദരിയെ കൂടെ റിബേക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഇന്നത്തെ കൂട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കാനോ കൗൺസിൽ കൊടുക്കാനോ ഫോൺ ചെയ്ത് പറയാനോ ഒന്നും ആൾ കാണുകയില്ല. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന പരിചരണകൾ എല്ലാം കൊടുക്കത്തക്കവണ്ണം ഒരു സെക്കൻഡ് മദറിനെ പോലെ, ഞാൻ സെക്കൻഡ് മദർ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ സെക്കൻഡ് മദർ ആണോ എന്ന് ചോദിക്കരുത്, അതുപോലെ കൊടുക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ആ കൾച്ചർ നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ വന്ന ഒരു സഹോദരിയാണ് റിബേക്ക. റിബേക്കയുടെ സഹോദരി, റിബേക്കയുടെ ധാത്രി ഡെബോര. റിബേക്കയുടെ ധാത്രി ഡെബോര. ഈ ഡെബോരയെ പറ്റി പിന്നൊന്നും കാണുന്നില്ല. അതിന്റെ അർത്ഥം ഡെബോര ഇവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിബേക്കയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും കുഞ്ഞുങ്ങളെ സഹായിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും. എന്നാൽ പിന്നെ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ സഹോദരി ഇല്ലെങ്കിൽ റിബേക്കയുടെ ധാത്രി ദെബോര മരിക്കൂ എന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 35-ന്റെ 8-ാം വാക്യത്തിൽ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അനേക കഥകളുണ്ട്. ഒരു പക്ഷെങ്കിൽ യാക്കോബ് അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയി തൻ്റെ അമ്മാവന്റെ ഭവനത്തിൽ, അങ്കിളിന്റെ ഭവനത്തിൽ താമസിച്ച കാലത്ത് കൂടെ ആരും പോയിട്ടില്ല. ഒരുപക്ഷെ എന്നാണ് ഈ ഡെബോര യാക്കോബിന്റെ കൂടെ കൂടിയെന്നൊരു ചോദ്യം ഉണ്ടാകും. ചില പറയുന്ന അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ സഹോദരി അയച്ചു, എൻ്റെ കൊച്ചനെ വിടണമെന്ന് ആവശ്യപ്പെട്ട് കാണും. അപ്പോൾ ലാബാൻ ഈ കൊച്ചൻ മുഖാന്തരം ലഭിച്ച, യാക്കോബ് മുഖാന്തരം ലഭിച്ച അനുഗ്രഹം നിമിത്തം വിട്ടു കാണുകയില്ല. അല്ലെങ്കിൽ റിബേക്ക മരിച്ചപ്പോ ഈ ധാത്രി യാക്കോബിനെയൊക്കെ വളർത്തി കാണുമല്ലേ, ചെറുപ്രായത്തിലൂടെ വീട്ടിൽ നിന്നല്ലേ, യാക്കോബിനെ തിരക്കി പോയി കാണും, യാക്കോബിൻ്റെ കൂടെ കൂടിക്കാണും. ഇങ്ങനെയുള്ള അനേക കഥകൾ ഇല്ലെങ്കിൽ അനേക മർമ്മങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമില്ല. ഒരുപക്ഷെ യാക്കോബിനെ കുറച്ചു നാൾ കാണാതിരുന്ന് സുഖമായിരിക്കുന്നോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഈ റിബേക്ക ഈ ധാത്രിയായ ഡെബോരയെ പറഞ്ഞുവിട്ട് കാണും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധാരണ ലേ പീപ്പിൾ മനസ്സിലാക്കുന്ന രീതി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ഗ്രീക്കും അറാമിക്കുമായിട്ട് മാത്രം അവശേഷിക്കും. അതുകൊണ്ട് എന്താ പറ്റുന്നറിയാമോ, 2 വാക്യങ്ങൾ എടുത്തിട്ട് ആ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അനേക കാര്യങ്ങൾ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യാനിടയുണ്ട്. നമ്മൾ അനുഭവിക്കേണ്ട നന്മ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം പോകുന്നു. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ക്ലേശങ്ങൾ, ദൈവം പറയാത്ത വിഷയങ്ങളിൽ നമ്മൾ മസിലി പിടിച്ച് അതാണ് വിശുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പ്രശ്നങ്ങളും ഉണ്ടാകും. എനിവേ, നമുക്ക് ക്ലിയർ ആയിട്ട് വേദപുസ്തകം പഠിക്കുന്ന ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് ഈ 2ാമത്തെ ഓർമ്മകളുടെ പുസ്തകം എന്ന് അതിന് പേരുണ്ട്. 2ാമത്തെ ഇതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരെന്ന് വെച്ച് പറഞ്ഞാൽ 2ാം നിയമം എന്നുള്ളതാണ്. കാരണം മോശ, നമുക്കറിയാം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ഇത്രയും പുസ്തകങ്ങളുടെ ഇടയിൽ അനേക വർഷങ്ങളുടെ ഇടയുണ്ട്, ഇടവേളകളുണ്ട്, വർഷങ്ങൾക്ക് ദൈർഘ്യമുണ്ട്.
ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിൻ്റെയും ആരംഭവും ഉൽപ്പത്തിയായിട്ട് നമുക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ അത് നൽകുന്നു. ഉൽപ്പത്തി 12 വരെ വരുമ്പോൾ അതൊരു 2000 വർഷമെങ്കിലും കുറഞ്ഞത് ചരിത്രമാണ്. എന്നാൽ ഉൽപ്പത്തി 12 മുതൽ വരുമ്പോൾ ഒരു ഗോത്രപിതാവായ അബ്രഹാമിന്റെ ചരിത്രം തുടങ്ങുന്നു. അബ്രഹാം, പിന്നെ ഗോത്രപിതാവായ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. അതൊരു 430 വർഷം, പിന്നൊരു 40 വർഷം. അപ്പോൾ ഇങ്ങനെയുള്ള വർഷങ്ങളുടെ എല്ലാം കൂടെ കണക്കാക്കി വേണം ആ കാലഘട്ടത്തിലെ കൾച്ചർ, സാമൂഹ്യ വ്യവസ്ഥിതി ഒക്കെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പഠിപ്പാൻ സാധിക്കുകയുള്ളൂ. മോശ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരെല്ലാം ഈ 40 വർഷത്തിനിടയിൽ മരിച്ചുപോയി. അപ്പോൾ ഒന്നാം തലമുറക്കാർക്ക് വേണ്ടി കൊടുത്ത പുസ്തകങ്ങൾ അവർക്ക് പാലിക്കുവാനോ അവർക്ക് പഠിക്കുവാനോ കഴിയാതെ വന്നു. എന്നാൽ രണ്ടാമത് ഈ സീനായി കിട്ടിയ നിയമങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാം കൂടെ അതെന്താണെന്നുള്ള നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എക്സ്പോസിറ്ററി മെസ്സേജ് ആയിട്ട് എന്താണ് ഈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന പുസ്തകമാണ് ഈ ആവർത്തന പുസ്തകം. എന്നാൽ ലേവ്യ പുസ്തകത്തിൽ നോക്കിക്കേ, പുറപ്പാട്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ഇതിൻ്റെ അകത്തെല്ലാം ലേവ്യരെ കുറിച്ച്, പുരോഹിതന്മാരെ കുറിച്ച്, യാഗങ്ങളെ കുറിച്ച്, പെരുന്നാളുകളെ കുറിച്ചൊക്കെ ശക്തമായി പറയുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരനെ പറ്റി അല്ലെങ്കിൽ സാധാരണക്കാരൻ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ സാധാരണക്കാരൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരനെ ഫോക്കസ് ചെയ്ത് ഈ ലേവ്യർ ചെയ്യേണ്ട കാര്യങ്ങളും നിയമങ്ങളും നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ തന്നെ സാധാരണക്കാരെ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നൊരു തോന്നൽ വരാറുണ്ട്. എന്ന് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. അവരനുഷ്ഠിക്കേണ്ട കാര്യമാണെങ്കിലും അതുമായിട്ട് ക്ലിക്ക് ചെയ്യുന്നില്ല, അതുമായിട്ടൊന്ന് യോജിക്കാൻ കഴിയുന്നില്ല. ആവർത്തനത്തിൽ വരുമ്പോൾ അവിടെ ലേവ്യരൊന്നുമല്ല വരുന്നത്, പുരോഹിതന്മാരല്ല വരുന്നത്. എന്താ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളാണ്. ഇത് പ്രമാണിക്കുന്നത് എന്തിന് പ്രമാണിക്കുന്നു, ആർക്ക് ഈ കൊടുത്തിരിക്കുകയാണ് ഈ പ്രമാണം, എങ്ങനെ പ്രമാണിക്കണം, അത് പ്രമാണിച്ചാൽ എന്ത് അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയുന്ന പുസ്തകമാണ് ആവർത്തനം. എന്തിനാ നമ്മൾ പറയുന്നത്? ഏതെങ്കിലും വീടുകളിൽ അതുപോലെ തന്നെ ശിശുക്കളെ എടുത്ത് ദൈവസേനയെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആശീർവദിക്കുമ്പോൾ ഒക്കെ ആവർത്തന പുസ്തകത്തിലെ വാക്യങ്ങളല്ലേ നമ്മൾ എടുക്കാറുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു തണുപ്പില്ലേ? അപ്പോൾ ജനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പുസ്തകം കൂടെയാണ്, സാക്ഷ്യങ്ങളുടെ ഒരു പുസ്തകമായിട്ടും ഇതിനെ നമുക്ക് പഴയ നിയമത്തിലെ ഒരു സാക്ഷ്യ പുസ്തകമാണ്, ഓർമ്മകളുടെ പുസ്തകമാണ്. ഇങ്ങനെയൊക്കെ നമുക്കറിയാം, ഓർമ്മകളുടെ പുസ്തകം. അപ്പോൾ ദൈവം അവർക്ക് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഉപസംഹാരം പുസ്തകമാണ്. അപ്പോൾ തന്നെ മോശയുടെ വിടവാങ്ങൽ പുസ്തകം കൂടാണിത്. പഴയ തലമുറയ്ക്ക് കൊടുത്ത നിയമങ്ങൾ അവരപ്പടി സീനായിന്ന് ലഭിച്ച നിയമങ്ങൾ, 10 കൽപ്പനകൾ, അതിനുശേഷം രണ്ടാമത് പോയത്, ഇതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയാതെ വന്ന് മരുഭൂമിയിൽ ഒടുങ്ങിപ്പോയ ആ തലമുറ പോയി. ഞാനിങ്ങനെ പോയെന്ന് പറഞ്ഞാൽ മരിച്ചടങ്ങി എന്നുള്ള അർത്ഥം എടുക്കണം. എന്നാൽ ഈ രണ്ടാമത് ഒരു പുതിയ തലമുറയെ കണ്ടു. അവർക്കൊരു പുതിയ നിയമം പോലെ ഇത് കൊടുക്കുന്നു. അപ്പൊ ഒരു പുതിയ നിയമമാണ്, ഓർമ്മകളുടെ പുസ്തകമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെന്ന് ശ്രദ്ധിച്ചാൽ, ഈ ബൈബിൾ പ്രോജക്റ്റിന്റെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതിനുശേഷം മോശയുടെ വിടവാങ്ങലൂടെയാണ് പിന്നെ മോശ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പുതിയൊരു ലീഡറിനെ, യോശുവയെ വരുന്നു. അപ്പൊ ഒരാൾ ചോദിക്കും, ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. മോശ മരിച്ച കാര്യം ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ പിന്നെ ആരാ ഇത് എഴുതിയത്? അപ്പോൾ ഈ പുസ്തകം എഴുതി കൊടുത്തത് യോശുവയുടെയിലാണ്. യഹൂദന്മാരുടെ ബുക്കുള്ള അതാ പറയുന്നത്. യോശുവയോട് പറഞ്ഞു, എൻ്റെ മരണത്തിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് ജനത്തിന് കൊടുക്കണം എന്നുള്ള പൊതുധാരണയാണ് അവരുടെ അടുക്കലും. അത് വിശ്വസിക്കത്തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ നിയമം, ഒരു പുതിയ കാര്യം, പഴയ നിയമത്തിന്റെ ഉള്ളടക്കം നമുക്കറിയാം. എല്ലാ പഴയ നിയമത്തിന്റെ നിയമങ്ങളിൽ 2 വാക്യങ്ങളിൽ യേശു കർത്താവ് ഒതുക്കി. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നീ ആരാധിക്കണം, സേവിക്കണം, അനുസരിക്കണം എന്നുള്ള കൽപ്പന ദൈവം കൊടുക്കുമ്പോൾ, നിന്നെ പോലെ തന്നെ നിന്റെ
അയൽക്കാരൻ അല്ലെങ്കിൽ സ്നേഹിതനെ സ്നേഹിക്കണം എന്നുള്ള ആ കൽപ്പന, ആ 2 കൽപ്പനകളിൽ എല്ലാ ന്യായപ്രമാണം ഒതുങ്ങുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ 4 പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിന്റെ കൊടുത്തിട്ട് പറയാണ്, ഇത് നീ അനുഷ്ഠിക്കണം, ഇതിൻ്റെ അകത്ത് നന്മയുണ്ട്, ഇതിൻ്റെ അകത്ത് അനുഗ്രഹമുണ്ട്, അപ്പോൾ തന്നെ ഇത് പ്രമാണിച്ചില്ലെങ്കിൽ നിനക്ക് ദോഷമാണ്. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുക, ഇത് എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. The book of Deuteronomy is the 5th book of the Bible and the final book of the Torah. After the exodus from Egypt, Israel was at Mount Sinai for 1 year, entering into a covenant with their God. And then they had the disastrous road trip through the wilderness, and the Exodus generation disqualified themselves from entering into the land promised to Abraham. And so Deuteronomy begins with Moses standing in front of this new generation, explaining the Torah. And it's from here that the design and purpose of the book unfolds. Deuteronomy is a series of speeches from Moses where he's calling the next generation of Israel to be faithful to the covenant with their God. At the center of the book is a collection of laws, which are the terms of the covenant between God and Israel. Some of the laws are new, but many are repeated from the laws given earlier at Mount Sinai. And that's actually where this book gets its name, from a Greek word deuteronomion, which means a second law. Now, surrounding these laws are 2 outer sections of Moses' speech. Each of these are broken up into 2 parts themselves. Let's just dive in and we'll see how this whole thing works. So Moses, first of all, summarizes the story so far, and he highlights how rebellious the previous generation was, in contrast with God's constant grace and provision in the wilderness. And God did bring his justice on them, yes, but he did not abandon his covenant promises. After this comes a series of very passionate sermons where Moses calls on this new generation to be more faithful than their parents were to the covenant. He reminds them of the 10 Commandments, and then the centerpiece of this section is a famous line called the Shema. Moses says, "Listen, Israel, the Lord is our God, the Lord alone, and you shall love the Lord your God with all of your heart, with all of your soul, and with all of your might." This became a very important daily prayer in Judaism, and it brings all of the themes of the book together. So the word listen, or Shema in Hebrew, it means much more than just to hear. Its meaning includes responding to what you hear, or in English we would say obey. And the word love in Hebrew also means much more than just an emotion or feeling. It's about a decision of wholehearted devotion to God that involves your will and your emotions, your mind and your heart. Now, for Israel, their obedience and devotion to God served a much larger purpose. Obedience to the laws is going to make Israel a unique people among the nations. Just like God said at Mount Sinai, they will become a kingdom of priests. And Moses now says, how? Israel has the chance, by following the laws, to show the whole world the wisdom and the justice of God. The other key idea in the Shema is that Israel was called to obey and be devoted to the Lord alone. Or literally, in Hebrew, it says, the Lord is one. Now, in context, the point is that the Lord is the one God Israel is to worship and obey. Israel's about to go into the land of Canaan, where people worship idol gods that represent all different aspects of creation, the sun, the weather, sex, and war. And in Moses' view, worshiping these gods degrades humans and destroys communities. But worshiping the God of Israel, who's the creator and the redeemer, that will lead to life and blessing. And so we come to the large collection of laws at the center of the book. And they're roughly arranged by topic. So the opening section is about Israel's worship of their God. They were to have one central temple where one God would be worshipped. And also, God was to be worshipped in Israel's care for its poor. So, for example, all Israelites were to set aside 1/10 of their annual income to be given to the temple. But another 10th was to be set aside every 3 years and given to the poor. And these are the kinds of laws that put Israel on the cutting edge of justice in comparison to their ancient neighbors, and it was all bound up with their worship of God. The next section outlines the character qualities of Israel's leaders. So the elders, the priests, the kings, these were all placed under the authority of the covenant laws, which God said that he would enforce by sending prophets to keep the leaders accountable. So in contrast to Israel's neighbors, where kings were thought of as divine and a law unto themselves, Israel's leaders were subordinate to the law and the prophets.
Following this is a large section of laws about Israel's civil life, so rules about marriage and family and business, and also about social justice, about their legal system and how it was to protect widows and orphans and immigrants. And then these are concluded by more laws about worship. Now, here's some tips for reading all of these laws. Remember, first of all, these are the terms of the Sinai covenant given specifically to ancient Israel, living in a culture that's very different from yours. And so, two, it's not going to be helpful to compare these laws with modern laws from a very different culture. Rather, these were given to set Israel apart. And so we need to compare these laws with those of Israel's neighbors, like in Assyria or Babylon. And when you do that, all of a sudden laws that seemed harsh or bizarre become much more clear. You see that God is pushing Israel to a higher level of justice than was ever known before. And so finally, try to discern what core principles of wisdom or justice underlie any particular law, and you'll discover some really profound things. So here's an extra credit assignment. Go see how Paul the Apostle does this very thing in his first letter to the Corinthians, chapter 9, verse 9, and he quotes a law from Deuteronomy chapter 25, verse 4. It's really interesting. So back to Moses. After he goes through all of the laws, he issues a final challenge that Israel should listen to and love their God. He first issues a warning and an ultimatum. If Israel listens to and obeys their God, everything's going to go great, lots of divine blessing. But if they don't listen and rebel, famine, plague, devastation, and ultimately exile from the land. And then Moses forces a decision. He says, "Today I set before you all life or death, blessing or curse, goodness or evil. So choose life by loving the Lord your God and listening to him." But then Moses says this. He says, "I know that after I die, you're going to rebel and turn away from God and end up in exile." Which is kind of a downer. But then again, he's been with these people for decades, and it becomes clear that his hopes are not very high. But all is not lost, Moses says. One day, when Israel is sitting in exile, at any point, Moses says they can turn back to their God, who will, in his words, circumcise your hearts so that you may love him with all your heart and soul and live. Now, this is a vivid metaphor that's saying something is fundamentally wrong with Israel's heart. It's stubborn and hard. And it's the same thing wrong with the heart of all of humanity. This is going all the way back to the rebellion in the garden. Humans seized autonomy from God. They wanted to define good and evil for themselves, and they ruined God's good world as a result. But one day, Moses says, God is going to do something to transform the hearts of his people so that they can truly listen to and love God from the heart and be led back to true life. And this is the promise that gets picked up by the later biblical prophets, Jeremiah and Ezekiel, the hope for a new heart. So Moses ends his speech with a poem of warning and then of blessing, and then he walks up onto a mountain and he dies. And so the Torah draws to a close. All of the major plot tensions of the biblical story are in place, but left totally unresolved. So when is the descendant of the woman going to come and defeat evil? Or how is God going to rescue the whole world and bless all nations through this family? And how can God's holiness be reconciled with people who are continually rebellious? And how is God going to transform the hearts of his people? You just have to keep reading to find out. But for now, that's what the book of Deuteronomy is all about. വളരെ നന്നായി ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ഇത് മോശ തൻ്റെ വിടവാങ്ങൽ പുതിയ നേതൃത്വം ഏറ്റെടുക്കുന്നു. അവർ അനുഷ്ഠിക്കേണ്ടതും ഓർക്കേണ്ടതും ഓർമ്മയുടെ പുസ്തകമായി. അതിൻ്റെ അകത്ത് അവിടെ പിതാക്കന്മാർക്ക് പറ്റിയ പരാജയം, ആ പരാജയത്തിൽ പോകാതെ വണ്ണം പുതിയ നേതൃത്വത്തെ അനുസരിച്ച് യോശുവയുടെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ കനാനിൽ പ്രവേശിപ്പാനുള്ള ആഹ്വാനം, അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. മോശയുടെ പാട്ട്, എന്തിനാ പാട്ടെന്ന് പറഞ്ഞാൽ അക്കാലങ്ങളിൽ ഈ ഇന്നത്തെ പോലെ ബൈബിൾ മറ്റ് കൃതികളൊക്കെ കൊണ്ട് നടക്കാൻ പ്രയാസമുള്ള കാലഘട്ടമാണ്. അത് തോൽ ചുരുളുകളൊക്കെ ആണെങ്കിൽ അത് വളരെ ഭദ്രമായി സൂക്ഷിക്കണം. അതിനെ കൊണ്ട് കൈകാര്യം ചെയ്യണമെങ്കിലും വളരെ സൂക്ഷിച്ചു വേണം. എന്നാൽ ഈ പാട്ടെന്ന് പറയുമ്പോൾ അതിന് പറയുന്ന വാമൊഴി, വരമൊഴി, അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് പലരും. ഇന്നത്തെ പോലെ അല്ല. നമുക്കറിയാം 4-5 തലമുറകൾക്ക് മുമ്പ് പോലും വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വചനം വായിച്ച് കേൾക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. ഇന്നും അനേകർക്ക് സമയമില്ലല്ലോ വേദപുസ്തകം വായിക്കാൻ. വായിച്ച് കേട്ടതോ നമ്മൾ
വായിച്ചതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ കേൾക്കാറുണ്ട്. കാര്യം നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുമ്പോൾ, അപ്പോൾ കേൾവി. അപ്പം വിശ്വാസം കേൾവിയാൽ എന്നൊരു വിഷയം പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഇതുമായിട്ട് വളരെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. വിശ്വാസം കേൾവിയാലാണ്. അപ്പോൾ ആരെങ്കിലും പ്രസംഗിക്കണം, പ്രസംഗിക്കാൻ ഇല്ലാതെ എങ്ങനെ ആര് കേൾക്കും? അപ്പൊ വിശ്വാസം കേൾവിയാൽ എന്ന് പറയുമ്പോൾ കേൾവിയിൽ കൂടെ നമുക്കിവിടെ കേൾക്കുവാനും കാണുവാനും ഈ പ്രോജക്റ്റ് സാധിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മോശ തനിക്ക് ലഭിച്ച ആ നന്മ, കൽപ്പനകൾ, ആ തനിക്ക് കിട്ടിയ ദിവ്യമായി കിട്ടിയ എല്ലാ കാര്യങ്ങളും തലമുറ ഏൽപ്പിച്ച് താൻ വിടവാങ്ങിയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. തലമുറയെ കണ്ടിട്ട്, പുതിയ തലമുറയെ കണ്ടിട്ട്, ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ, മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിനെ മിക്കവാറും 20 വയസ്സിന് മേളോട്ടുള്ളവരെല്ലാം മരിച്ചുപോയി. നിരാശപ്പെടേണ്ടി വന്നില്ല. പുതിയൊരു ശക്തമായ തലമുറ, യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ഒരു തലമുറ, നല്ലൊരു ലീഡർഷിപ്പ്. യോശുവ അവരുടെ ലീഡറായി വന്നു. അതിനുശേഷം അവരെ അനുഗ്രഹിച്ച് മരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. 3 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന്, യാക്കോബ് മരണസമയത്ത് മക്കളോട് പറഞ്ഞു, വാ, ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. അപ്പോൾ തന്നെ ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നു അറിയുന്ന ദൈവമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച മക്കൾക്ക് എന്തായിത്തീരുമെന്ന് പറഞ്ഞ് മരിച്ച ഇസ്രായേൽ ഗോത്രത്തിലെ ഒരു പിതാവ് യാക്കോബ്. 2, വലിയൊരു സമൂഹം. യാക്കോബിന്റെ മക്കൾ ഒരു സമൂഹമായി മാറിയപ്പോൾ ഒരു ഗ്രാൻഡ് സൺ ആണല്ലോ മോശയും വരുന്നല്ലോ ആ ഗോത്രത്തിൽപ്പെടുന്നുണ്ട്. മോശയും അവരെ അനുഗ്രഹിച്ച് ഭാവിയെക്കുറിച്ച് പറഞ്ഞ് മരണ സമയത്ത് അനുഗ്രഹിച്ച് മരിക്കുന്നു. 3 ഉണ്ട്, നമ്മുടെ കർത്താവ്. കർത്താവിന്റെ മരണ നിമിത്തം നമ്മൾ വലിയ അനുഗ്രഹമാണ്. അവന്റെ മരണ, അടക്ക, പുനരുത്ഥാനം. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവാണ്. ഇന്നും ആ യേശു സമീപസ്ഥനാണ്. തന്നോട് അടുത്ത് ചെല്ലുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാൻ, തങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ മനസ്സുള്ള ഒരു നല്ല മധ്യസ്ഥനായി യേശു ഇന്നും യഥാവാനായി ജീവിക്കുന്നു. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമായി യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ പ്രവൃത്തികളും പ്രമാണങ്ങളും അനുസരിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും യേശു നൽകും. കടന്നു വന്നതിൽ വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.